ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന് നമ്മളീ ചെയ്യുന്ന കാര്യം ഒരു കുഞ്ഞു പോലും അറിയില്ല. പിന്നെ സുബൈർക്ക എന്റെ ആശാനെ ഇരു ചെവി അറിയാതെ സാധനം കൊണ്ടെത്തിച്ച ലക്ഷങ്ങൾ ഇങ്ങനെ അക്കൗണ്ടിൽ വരും. ആ ആശാനെ 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 ആ തങ്കച്ചനെ 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. എടാ 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 അവന്റെ ഒന്നും നമ്പർ പോലും ഫോണിൽ സേവ് ചെയ്യാൻ പറ്റാത്ത ഞങ്ങളാണ്. യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞ തനി ഗുണ്ടായിസാണ് അവന്മാരോടെ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ അടുത്ത് മാത്രമാണ് അത് എടുക്കാൻ പറ്റാതിരിക്കണേ. അവന്റെ ഒക്കെ അതിനൊരു കൊത്തിൽ അവന്മാർക്കുണ്ട്. പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പിണക്കണ്ടല്ലോ എന്ന് കരുതി ചിലപ്പോൾ ഞാൻ എടുക്കാറുണ്ട്. പറയുന്നത് മുഴുവൻ കാശുണ്ടാക്കുന്ന കാര്യങ്ങളാ. ആശാനൊന്ന് കാണാനിരിക്കണമെന്ന് അവര് പറഞ്ഞേ. നല്ല ഇട്ടി കിട്ടാത്തന്റെ സൂക്കട്ടാണ് അവന്മാർക്ക്. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് പോലെ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അത് ഞാൻ കൊടുത്തോളാം. എടാ നീ വേഗം കയറ്. അരമണിക്കൂർ ഞാൻ സുബേർക്ക് വിളിക്കും. ഇടാ നമുക്ക് അങ്ങ് തോട്ടത്തിമല എത്തേണ്ടതാ. ചരക്ക് അവിടെ നിന്നാണ് മറന്നാ. എന്നാ വേഗം കയറ് വാ. ആശാനെ വീണ്ടും ഇവന്മാരിത് വാങ്ങിച്ചു കൂട്ടാൻ തന്നെ വരുന്നതാണെന്ന് തോന്നുന്നേ. അലമ്പിന് നിക്കണ്ട, ഒതുക്കത്തിലൊന്ന് പറഞ്ഞു വിട്ടാ മതി ആശാനെ. ശരിയാണ്, അരമണിക്കൂർ കൊണ്ട് തോട്ടത്തിമല എത്തേണ്ടതല്ലേ. ആശാനെ, ആശാന്റെ ഒരു സഹായം എനിക്ക് വേണം. ആശാനോ? അപ്പൊ എന്തോ കോളുണ്ടല്ലോ. അപ്പൊ ആശാനെ ഈ സഹായം എന്ന് പറഞ്ഞ അതെ, ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു ഓട്ടം പോവായിരുന്നു കേട്ടാ. ഒരു 2 മിനിറ്റ് മതി, അതിനുള്ളിൽ കാര്യം പറയാം. നടത്താൻ പറ്റുന്നതാണെങ്കിൽ നടത്താം, ഇല്ലെങ്കിൽ വിട്ടേക്ക്. എന്തോ ഉഡായിപ്പിനുള്ള പരിപാടിയാണ്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള കാര്യ. കുറച്ച് കാശ് കിട്ടുന്ന ഏർപ്പാട്. അതാ ഞാൻ ഈ പരിപാടിക്ക് ആശാന്റെ പേരും കൂടെ പറഞ്ഞത്. കുടുംബമായിട്ടൊക്കെ ഒന്ന് താമസിക്കുമ്പോ അതിന്റെ ഒരു പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. നമ്മൾ തമ്മിൽ പരസ്പരം മത്സരിക്കുകയും അടിവെക്കുകയും ഒക്കെ ചെയ്യും. അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി. പക്ഷേ ഒരാവശ്യം വരുമ്പോ 10 പുത്തം കിട്ടുമെന്ന് വരുമ്പോ നമ്മള് നമ്മുടെ ചങ്കുകളൊക്കെ അങ്ങ് അടുപ്പിക്കും. തങ്കച്ചൻ ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ട് ആശാൻ ക്ഷോഭിക്കൊന്നും ചെയ്യരുത്. അത് ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി. എന്താ സാധനം? അല്ല, കൊറേ നേരമായിട്ട് എന്നെ മനഃപൂർവ്വം കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഈ വാക്കുകളിൽ ഈ സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. സംഗതി അതല്ലേ? ആശാനാണ്, കൊള്ളാമല്ലോ. ഞാൻ പറയുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കി കളഞ്ഞല്ലോ. അപ്പൊ ഇതിനു മുമ്പ് ഈ പണി ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ ഈ പണി മാത്രമല്ല, പല പണികളും ചെയ്തിട്ടുണ്ട്. ഒരാളെ കൊന്നിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ വക റൂട്ട് പോകുമ്പോഴേ സംഗതി എനിക്ക് അങ്ങ് കത്തും. മനസ്സിലായ? അത് ഈ തൊഴിലിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് കൂട്ടിയാൽ മതി. കാര്യം പറയും. അപ്പൊ സംഗതി എളുപ്പമായി. തേനീന്ന സാധനം കൊണ്ടുവരുന്നത് 10 ലിറ്ററിന്റെ 500 കന്നാസുണ്ട്. ഒറ്റാൻ ധൈര്യമില്ലാത്ത 3-4 ഡ്രൈവർമാർ ഇപ്പൊ തയ്യാറായി നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ട്. ആശാനും കൂടെ കൂടിയ അവർക്കൊരു ധൈര്യമാവും. ഒന്നുമില്ലെങ്കിലും അടവും തടവും പഠിച്ച ഒരാൾ കൂടെ ഉണ്ടാവുന്നത് എല്ലാവർക്കും ഒരു ധൈര്യമാണല്ലോ. തങ്കച്ച, അടവും തടവും മാത്രമല്ല, ഒഴിവും ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് ഞാനില്ല. തങ്കച്ച, ഈ വണ്ടി എനിക്ക് തന്നൊരാളുണ്ട്. ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന ഒരാള്. അദ്ദേഹത്തിനോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. മനസ്സിലായോ? അതിന് നമ്മളീ ചെയ്യുന്ന കാര്യം ഒരു കുഞ്ഞു പോലും അറിയില്ല. പിന്നെ സുബൈർക്ക എന്റെ ആശാനെ ഇരു ചെവി അറിയാതെ സാധനം കൊണ്ടെത്തിച്ച ലക്ഷങ്ങൾ ഇങ്ങനെ അക്കൗണ്ടിൽ വരും. ആശാന്റെ കുറെ പ്രശ്നങ്ങൾ അതോടെ അങ്ങ് തീരും. എന്റെ പ്രശ്നങ്ങൾ അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം. എന്നാൽ അന്നം തരുന്നവനെ ചതിക്കാൻ എനിക്കാവില്ല കേട്ടാ. അപ്പൊ തങ്കച്ചൻ വിട്ടോ. അതെ, ഞങ്ങളുടെ നേതാവിനെ ഇന്ന് വരെ ആരും ഇങ്ങനെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഇതുവരെ കേട്ട് നിന്നതേ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാ. നേതാവിനെ പോലെ തന്നെ അണികളും അല്ലേ?
ഞാനിപ്പോ കൂടെ നിന്നിരുന്നെങ്കിൽ അപ്പനെ കയറിയിട്ട് എടാ പോടാ വിളിച്ചിരുന്നതിലും കുഴപ്പമില്ല. ഇതിപ്പോ കൂടെ നിൽക്കാത്തോണ്ട് തങ്കച്ചാന്നുള്ള വിളിയിൽ കുഴപ്പമായി അല്ലേ? ആ അപ്പോ ശരി നേതാവേ, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടാ. അപ്പൊ പോട്ടെ. അപ്പോ കാര്യങ്ങളൊന്നും നേരാ മണ്ണ അടുപ്പിക്കാൻ നോക്കിയ അടുക്കുന്ന സൈസ് അല്ല നീ. അധികകാലം ഈ വളയം പിടിക്കുന്ന തോന്നുന്നില്ല നീ. കണ്ടില്ലേ, ആശാനെന്ന് വിളിച്ചിരുന്ന നാവാ ഇപ്പൊ അത് നീയായി, അത് ഭീഷണിയായി, ഇനി അത് തല്ലാവും. വേണ്ട വേണ്ട, ഞങ്ങളെ അതിനുമ്പ് പണിക്ക് പോട്ടെ. സമയമില്ല, അതുകൊണ്ടാ. സമയമുള്ളപ്പോ നമുക്ക് കാണാം കേട്ടാ. ആ ഇപ്പൊ പിക്കോ. പക്ഷേ ഈ തങ്കച്ചന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് കുറച്ചധികം നാള് ഇവിടെ കിടന്ന് വിലസാമെന്ന് നീ ധരിക്കണ്ട. ഈ പണി പൂട്ടിക്കാനുള്ള പൂട്ട് ഞാൻ പണിയിക്കുന്നുണ്ട്. ആ പൂട്ടിന് കള്ളത്താക്കോല് പണിയിക്കുന്ന കാര്യം ഞാനും ഏറ്റു. മുടക്കൊട്ടും കുറവില്ലാത്തവനാണ് ഞാനും കേട്ടാ. പോട്ടാ കമല, വാടാ. ആശാനെ, അവൻ അങ്ങനെ പിണക്കുണ്ടായിരുന്നു. മൃഗമാ, എന്ത് തറപ്പണി അവൻ കാണിക്കൂ. എന്റെ പൊന്നു മോനെ, ഈ പണി ജീവിതകാലം മുഴുവെടുത്തോളം നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഉണ്ടോ? പക്ഷെ എടുക്കുന്നവരെ ഈ പണി സത്യസന്ധമായിട്ട് തന്നെ എടുക്കുള്ളൂ. ഇനി അതിലേറ്റ് അവൻ സ്പിരിറ്റ് കലക്കാൻ വന്ന അവന്റെ അണ്ണാക്കിൽ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്താക്കി ഞാൻ. എടാ നീ ധൈര്യമായിട്ടിരിക്കടാ, അവൻ കളിക്കട്ടെ. നമുക്കത് വരുന്നിടത്ത് വെച്ച് കാണാം. എടോ പിള്ളേ, താനാ തെങ്ങ് കണ്ടോടോ? ഇതൊന്ന് കുരച്ച് കാണാൻ വേണ്ടി ഞാൻ എത്ര നേർച്ച നേർന്നിട്ടുണ്ടെന്നറിയാമോ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവച്ച തെങ്ങാടോ ഇത്. അച്ഛനറിയാതെ അമ്മ എടുത്തു തന്ന തയ്യ. പിന്നീട് അച്ഛൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ആ തൈക്ക് ചൊട്ട പൊട്ടിയോടാന്ന്. പിന്നീട് അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, എല്ലാം അച്ഛൻ അറിയാമായിരുന്നു. ഈ തെങ്ങും എന്റെ അച്ഛന്റെ വീർപ്പ് തന്നെ.